വെളിച്ചം പൊങ്കുതേ പരവശം കൺകൾ ഉറങ്ങാമൽ തേടുതേ ഒരു മുഖം. സത്യത്തിൽ ഇങ്ങനെ പാടിയപ്പോൾ ഇന്ന് ഇത്ര ഇതിലെത്തുമെന്നൊന്നും ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. ലീലാക്കായും ചെയ്തപ്പോൾ തന്നെ ഒരുപാട് കരഞ്ഞു ഞാൻ സത്യത്തിൽ. അപ്പൊ ഞാൻ പറഞ്ഞു, നീ നോക്കിക്കോ, എന്തെങ്കിലും ഒരു സമയത്ത് ഞാനൊരു സിനിമയിൽ പാടും. അത് സാധിച്ചതാരാ? അത് അവൻ വഴിയാണ് സാധിച്ചത്. സത്യം. ഗൾഫിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് അവിടെ ഉള്ള ഇതിലൊക്കെ ഈ പാട്ടാണ് അവരൊക്കെ കേൾക്കണേന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് രാത്രിയാണ് ഞാൻ ബുക്ക് ചെയ്തത് തന്നെ. ആരെങ്കിലും ഒക്കെ ഒന്ന് ചോദിക്കുവോ പാടാൻ പറയുമോ എന്നൊക്കെ ഉള്ള. അപ്പൊ അടുത്ത് കുറച്ചുകൂടെ പാട്ട് പഠിക്കേണ്ടി വരും. പാട്ട് പഠിക്കാൻ ഞാൻ ചേർന്നിട്ടുണ്ട്. ഇപ്പൊ സക്സസ് സെലിബ്രേഷൻ എന്തായാലും വിളിക്കുമല്ലോ, അപ്പൊ പോയിട്ട് അവിടെ പോയി പെർഫോം ചെയ്യേണ്ടി വരും. കാരണം എല്ലാവരും ഉറ്റു നോക്കുന്നത് ഈ ഗായിക എന്ത് ചെയ്യുന്നതാണ്. സ്റ്റേജിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാ. ഈ പടം കണ്ടിട്ട് എന്താ തോന്നിയത്? ഇതിൽ ഇടിയുണ്ടോ കുത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവൻ അങ്ങനെ ഒന്നും ഇല്ല. അപ്പം അതുകൊണ്ട് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ ഒക്കെ എന്തോ ഒരു ഗൂസ് ബംസ്. കണ്ണാളനേ എനത് കണ്ണിൽ നീറ്റോടും കാണവില്ലേ. കുറച്ച് പാടാണതല്ലേ, കേൾക്കുമ്പോ ഈസി ആയിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കണം, പാടി നോക്കുമ്പോൾ മനസ്സിലാവും. സിന്ധു ഡെൽസൺ ആണ് നമുക്കൊപ്പം ഉള്ളത്. ഇങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ലെങ്കിലും യഥാർത്ഥത്തിൽ കളങ്കാവലിന്റെ പാട്ടുകൾ പാടിയ സിന്ധു ഇല്ലേ, ആ സിന്ധുവാണ് ഈ സിന്ധു കേട്ടോ. ഹായ്. ഈ സിന്ധു ഡെൽസൺ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ആദ്യം ചോദിക്കും ഇതാരായിരിക്കും എന്നുള്ളത്. പക്ഷേ ഈ പേര് ഇങ്ങനെ എല്ലാവരും തിരക്കിക്കൊണ്ടിരിക്കുക, ഇതാരാ എന്താണ്. ഞാനും ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരാളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കണ്ടുപിടിച്ചത്. അപ്പോഴാണ് വാർത്തകളൊക്കെ കണ്ടത്. ശരിക്കും എങ്ങനെയാണ് ഈ കളങ്കാവലിലേക്ക് എത്തണേ? കളങ്കാവലിൽ എത്തുന്നത് മോനാണെങ്കിൽ മുജീബ് മജീദിന്റെ അഡീഷണൽ പ്രോഗ്രാമിങ്. ഈ മോന്റെ പേരെന്താ? നെവിൻ. 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 ഹായ് നെവിൻ. ശരിക്കും ഈ അമ്മയ്ക്ക് കുറെ റെഫറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നോ? കേൾക്കാൻ കുറച്ച് പരിപാടികൾ 80s 90s കാലഘട്ടത്തിലെ കുറച്ച് പാട്ടുകൾ കേട്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനിഷ്യൽ പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല അമ്മേനെ കൊണ്ട് പാടിക്കാൻ എന്നുള്ളത്. അങ്ങനെ ഒരു പ്ലാൻഡ് പരിപാടി അല്ലാത്തതുകൊണ്ട് പിന്നിൽ പ്രവർത്തിച്ച കരം ഇതാണ് കേട്ടോ. മുജീബ് മജീദിന്റെ അഡീഷണൽ പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പം അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവൻ വീട്ടിൽ റെസ്റ്റിന് അവൻ 2 മാസത്തേക്ക് റെസ്റ്റിന് വന്നതായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ ഇതിൻ്റെ റെഫറൻസ് അവിടെ നടക്കുമ്പോൾ ഞാൻ വേറെ വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞേ, അമ്മ 2 ലൈനൊന്ന് പാടാവോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു സാധാരണ ഞാൻ ഓൾറെഡി വീട്ടിലൊക്കെ പാട്ട് പാടി നടക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചേ. അപ്പം ഞാൻ പറഞ്ഞു ഏത് പാട്ടാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊരു പാട്ടുണ്ട്, അപ്പം അമ്മ ഇതൊന്ന് പാടി. അപ്പം ഞാൻ എനിക്ക് അങ്ങനെ പെട്ടെന്ന് പഠിക്കാൻ പറ്റത്തില്ല, ഒരാഴ്ചയെങ്കിലും സമയം വേണം കേട്ട് പഠിക്കാൻ. അതൊന്നും പറ്റത്തില്ല, ഇതിപ്പോൾ പാടണം, ഞാൻ പറയണം. അപ്പം ഞാൻ ഒന്ന് കേൾപ്പിക്കുക എന്നെ എന്ന് പറഞ്ഞു. അമ്മനെ കേൾപ്പിക്കുകയൊന്നുമില്ല, തെറ്റുപടിച്ച് വെക്കും അമ്മ, അതുകൊണ്ട് ഞാൻ പാടണത് പറയുന്ന പോലെ പാടിയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ വേറൊരു ലിറിക്സ് ആയിരുന്നു ഇതിൻ്റെ ശരിക്ക്. അപ്പം അത് വെച്ചിട്ടാണ് മഴയത്തൂവും വെളിച്ചം അങ്ങനെ തുടങ്ങുന്ന ലിറിക്സ് ആയിരുന്നു ആദ്യം ഞാൻ പാടിയത്. അപ്പോൾ അത് അയച്ചു കൊടുത്തപ്പോൾ ഡയറക്ടറിന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ്, പിന്നെ മമ്മൂക്കേക്ക് അയച്ചു കൊടുത്ത് തോന്നുന്നു അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് പുതിയ ലിറിക്സ് ഇത് തന്നത്. അങ്ങനെ ഇത് പാടി പറയാം. ആദ്യം നിലാക്കായും വെളിച്ചം പാടിയിട്ട് ബാക്കി. എത്ര പ്രാവശ്യമൊക്കെ കേട്ടിട്ടുണ്ടാവും അറിയോ എല്ലാവരും? ഞാനിങ്ങനെ ലൂപ്പടിച്ച് കേട്ടോണ്ടിരിക്കുക. എല്ലാവരും അങ്ങനെ പറയാറുണ്ട്, ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞായിരുന്നു. അത് ഭയങ്കര ഒരു ഭാഗ്യല്ലേ? അതെ അതെ. പാട്ട് പാടിയിട്ട് ബാക്കി. നിലാക്കായും വെളിച്ചം പൊങ്കുതേ പരവശം കൺകൾ ഉറങ്ങാമൽ തേടുതേ ഒരു മുഖം പുന്നകൈ പുതിരിനിൽ തടുമാറും இதயம் இந்த நாளில் வந்து சேரும் நம் காதல் சங்கமம். തിയേറ്ററിൽ ഇത് കേൾക്കുമ്പോൾ എന്തായിരുന്നു? തിയേറ്ററിൽ കേട്ടപ്പോൾ എനിക്ക് ആദ്യമേ തന്നെ തിയേറ്ററിൽ ഇറങ്ങുന്നതിന് മുമ്പ് ലിറിക്കൽ വീഡിയോ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്ക് ഒരുപാട് റെഫറൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്മൂളിലാണ് ഒരുപാട് പാടിക്കൊണ്ടിരുന്നത്. സ്മൂൾ സോങ്ങിലാണ് ഞാൻ കൂടുതൽ, എനിക്ക് അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോം എൻ്റെ അതായിരുന്നു. വാട്സാപ്പ് മ്യൂസിക് ഗ്രൂപ്പ്, സ്മൂൾ അങ്ങനെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ലിറിക്കൽ വീഡിയോ ആയിട്ട് വരുന്ന സമയത്ത് ഒരുപാട് പേര് സിന്ധു ഡെൽസൺ എന്നുള്ള പേര് കണ്ടപ്പോഴത്തേക്കും ഒരുപാട് പേര് അപ്പം തന്നെ എനിക്ക് മെസ്സേജ് അയക്കലും പാട്ട് കേട്ട് അപ്പം തന്നെ പ്രേത പാട്ടാണോ എന്നൊക്കെ ചോദിച്ചു. ഇത് സാധാരണ എനിക്ക് ഗ്രൂപ്പിലൊക്കെ ഞാൻ
പണ്ടത്തെ രാപ്പാടി പാടുന്ന യാമങ്ങളിൽ എന്നുള്ള പാട്ടൊക്കെ പാടുമ്പോൾ തന്നെ എല്ലാവരും പറയും അതിന് പറ്റിയ ഒരു വോയിസാണ്, പ്രേത പാട്ടുകൾ പാടുന്ന വോയിസാന്നൊക്കെ പറയും. അപ്പോൾ ഇത് കുറേ പേര് എന്നോട് ചോദിച്ചു പ്രേതപ്പാട്ടാണോ, പ്രേതത്തിൻ്റെ സിനിമ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നേരം ലിറിക്കൽ വീഡിയോ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഭയങ്കര അപ്പം മുതലേ എനിക്കിങ്ങനെ ഒരുപാട് പേര് മെസ്സേജും ഭയങ്കര സന്തോഷത്തിൻ്റെതായിരുന്നു ആ സമയത്തൊക്കെ. ഈ പ്രേതപ്പാട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു ലിസ്റ്റ് തന്നതിൽ വാണി ജയറാമിൻ്റെ പാട്ടുണ്ട്, ആഷാഢമാസം. അതൊന്ന് രണ്ടുപേര് കേട്ടിട്ട് നമുക്ക് അടുത്തതിൽ പോകാം. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമധുരമാമന്തരീക്ഷം. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമധുരമാം അന്തരീക്ഷം. വിധുരയാം രാധയെപ്പോലെ എനിക്കെന്നിട്ടും വിലപിക്കാൻ മാത്രമാണ് യോഗം. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമധുരമാമന്തരീക്ഷം. ഇത് വെച്ചൊക്കെ സ്മൂളിൽ ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ മകൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ ശ്രദ്ധിക്കുമെങ്കിലും അവന് സ്മൂളിൽ പാടുന്നതിനോട് താല്പര്യമൊന്നുമില്ല. എപ്പോഴും എൻ്റെ അടുത്ത് പറയും ഇങ്ങനെയല്ല പാട്ട് പാടേണ്ടത്, അമ്മ പാടുന്ന സ്റ്റൈലേ ശരിയല്ല, ഇങ്ങനെയല്ല പ്രൊനൗൺസ് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. അതൊക്കെ ഞാൻ ഗോപിച്ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തതാണ്. അപ്പം അമ്മ ഒരുപാട് പാട്ടുകൾ, ഞാൻ സത്യത്തിൽ ഞാൻ പാട്ടുകളൊന്നും കേൾക്കാറില്ല, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ കേൾക്കണമെന്ന് വെച്ചിട്ട് ഈ പാടുന്നത്. പിന്നെ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എല്ലാവരേക്കാളും ഒരു വ്യത്യസ്തമായിട്ട് ഈ പ്ലേ ബാക്ക് സിംഗേഴ്സ് ഒറിജിനൽ പാടി വെച്ചേക്കണേക്കാളും ഉപരി വേറെ ആരെങ്കിലും പാടണതാണ് ഞാൻ ആദ്യം കേൾക്കുന്നത്, എന്നിട്ട് പോയിട്ട് ഒറിജിനൽ കേൾക്കുന്നത്. അത് കേട്ട് പഠിക്കും. ഇപ്പോൾ ക്രിസ്റ്റകല അവളും ഒരു ഗായികയാണല്ലോ, അപ്പോൾ അവളുടെ പാട്ടൊക്കെ കേട്ടിട്ട് ഞാൻ പിന്നെ പോയിട്ട് അത് കുറെ പഠിച്ചെടുത്തിട്ടാണ് പിന്നെ ഒറിജിനൽ. ക്രിസ്റ്റകല മോളല്ല, അതെന്റെ ഫ്രണ്ടാണ്, ഇന്റിമേറ്റ് ഫ്രണ്ടാണ്. ഓ അടിപൊളി. ഇവന്റെ ക്ലോസ് ഫ്രണ്ടാണ് ഞങ്ങള്. പക്ഷെ സിന്ധോമ്മയായിട്ട് ഞങ്ങള് ഭയങ്കര ക്ലോസ് ആണ്, എല്ലാരും എപ്പോഴും വിളിക്കുകയും അങ്ങനെ. ഓ അപ്പൊ പാട്ടൊക്കെ പാടിയിട്ടുണ്ട്, സിനിമ പാടിയിട്ടുണ്ട്. ഏതൊക്കെയാ? ഞാൻ ഉയരെ, ഷൈലോക്ക്, ഇപ്പം ഖൽബ്, പിന്നെ ഇപ്പൊ ലോക്കയില് കുറച്ച് പോർഷൻസ് ബാക്ക്ഗ്രൗണ്ട് പ്ലേബാക്ക് സിംഗേഴ്സുമായിട്ടാണ് കമ്പനി. അപ്പോ അവള് പാടണൊക്കെ കേട്ടിട്ട് ഇവളുണ്ട് ആതിര ജനകൻ എന്ന് പറഞ്ഞ വേറൊരു മോളുണ്ട്. അപ്പോൾ അവൾ രണ്ടുപേരും ഭയങ്കര എന്നെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യണ പിള്ളേരാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഇവന് സാധാരണ എന്നെ എപ്പോഴും അമ്മ അങ്ങനെയല്ല പാടണ്ടേ, ഇതല്ല പാട്ട്, അങ്ങനെയല്ല പാട്ട്. അപ്പം അന്ന് ഞാനിരുന്ന് ചിലപ്പോൾ ഒക്കെ എനിക്ക് സങ്കടം വരും അങ്ങനെ പറയുമ്പോൾ. അമ്മനെ ഗ്രൂപ്പിലെല്ലാവരും പൊക്കി വെറുതെ പറയുകയാണ് ശരിക്കും ഇങ്ങനെയല്ല പാടുക. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വിഷമിച്ചിട്ടുണ്ട്. ഇപ്പം ഈ നിലാക്കായി ഇനി അവന് പറയാൻ പറ്റില്ല, ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ ഈ നിലാക്കായും അവൻ ചെയ്തപ്പോൾ തന്നെ ഒരുപാട് കരഞ്ഞു. ഞാൻ സത്യത്തിൽ എനിക്ക് വേറെ ആർക്കെങ്കിലും ഈ പാട്ട് കൊടുക്കുക, എനിക്ക് പാടാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു എനിക്ക്. അപ്പം ഞാൻ പറഞ്ഞു നീ നോക്കിക്കോ, എന്തെങ്കിലും ഒരു സമയത്ത് ഞാനൊരു സിനിമയിൽ പാടും, എൻ്റെ ഈ വോയിസ് വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും പാടുമെന്ന് ഞാൻ അന്ന് പറയുമായിരുന്നു. അപ്പം ഇപ്പം ഞാനത് പറഞ്ഞു. അത് അവൻ വഴിയാണ് സഹായിച്ചത്, സത്യം. അതെ. പിന്നെ ഇവന്ന് വെച്ചാൽ ഞാൻ 5 വയസ്സ് മുതലേ എൻ്റെ മോനെയും കൊണ്ട് ഞാൻ ഇതിൻ്റെ ഒപ്പം നടക്കുക സംഗീതത്തിൻ്റെ ഇതിൽ. 5 വയസ്സിൽ ഒരു നമ്മുടെ ഹരിപ്പാട് തന്നെയുള്ള ഒരു വലിയൊരു അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു ഇവനെ ഞാൻ പഠിപ്പിച്ചു. 5 വയസ്സുള്ളപ്പോൾ ഒരു ഓടിവാ കണ്ണ എന്നുള്ള പാട്ട് പഠിപ്പിച്ചു. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ടുമാണ് അത് കൃഷ്ണ ഭജൻസ് എന്ന് പറഞ്ഞ ഒരു ഇതിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് നോട്ടീസിൽ ഇങ്ങനെ വിളിച്ചു പറയുമല്ലോ സിന്ധു സുഗന്ധി നയിക്കുന്ന ഭജൻസ് ആരംഭിക്കാൻ പോകുന്നു പറഞ്ഞപ്പോൾ ഇവൻ വേഗം പറഞ്ഞു ഞാൻ എൻ്റെ പേര് അതിനകത്തില്ല, അതുകൊണ്ട് ഞാനിനി ഇവിടെ പാടത്തില്ലെന്ന്. 5 വയസ്സിൽ ഞാനിവിടെ പാടത്തില്ല. അപ്പോൾ വേഗം തന്നെ ഞാൻ പോയി അവരോട് പറഞ്ഞു, അവിടെ ചെന്നിട്ട് പറഞ്ഞു എൻ്റെ മോൻ്റെ പേരൊന്ന് നോട്ടീസിൽ എഴുതി തരാമോ, അവനിങ്ങനെ പാടില്ലെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ കൊണ്ട് ഞാൻ നോട്ടീസിൽ എഴുതിപ്പിച്ചിട്ട് വിളിച്ചു പറയിപ്പിച്ചപ്പോഴാണ് ഇവൻ അവിടെ പാടിയത്. അന്ന് ആ പാട്ട് നിലപാടുള്ളവനാണ്, അതുകൊണ്ടാണ്. പക്ഷെ അതിന് മുമ്പ് നമുക്ക് ആ പാട്ടിലേക്ക് പോവാം. ഇത് മന്നനെ നീ മാലൈ நீ மாலை மயங்கும் என் கண்ணோடு கண் சேருதே, மண்ணிலும் என் காதல் அடங்கும் பொய்விண்ணோடு நீ சொல்லுதே, என் கானமே மலரே அழகின் மொழிகள்
മന്നനേ നീ മാலை മയങ്കും എൻ കണ്ണോട് കൺ ചേരുതേ. തിയേറ്ററിൽ ഇത് കേൾക്കുന്ന സമയത്തെ എന്തായിരുന്നു ഒരു തിയേറ്ററിൽ സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ ഈ നിലാക്കായും എന്നുള്ളതാണ് കൂടുതൽ സമയം തിയേറ്ററിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ ഇളയ മോൻ എൻ്റെ കൂടുതലാണ് +1 പഠിക്കുന്ന മെബിൻ എന്ന പേര്. അപ്പോൾ അവനിങ്ങനെ നിലാക്കായും വരുമ്പോൾ എൻ്റെ മുഖത്തോട്ട് നോക്കി ഇങ്ങനെ കാണി അമ്മ പാട്ടെന്നും പറഞ്ഞു. പിന്നെ മന്നനെ ഒരു സ്ഥലത്തായിട്ടാണ് വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. കാണിക്കുന്ന പാട്ടാണ്. എന്നെ സത്യത്തിൽ ഈ ഹരിപ്പാട് അങ്ങനെ അധികം ആർക്കും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു ഞാൻ ആ പാടിയിരുന്നത്. പക്ഷെ അതിൻ്റെ ഉള്ളിലൊരു ഫാമിലി എന്നെ റെസ്പെക്ട് ചെയ്തിട്ടൊക്കെ എഴുന്നേറ്റ് നിന്നിട്ട് മാമാണോ ഈ നിലക്കായും പാടിയേക്കണ മാമല്ലേ, ഞങ്ങൾ ലോഞ്ചിങ്ങിൻ്റെ സമയത്ത് കണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞാൽ ഞാനാ പാടിയെന്ന്. ഞാനങ്ങനെ അതുകൊണ്ട് തന്നെ രാത്രിയാണ് ഞാൻ എന്നെ ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് രാത്രിയാണ് ഞാൻ ബുക്ക് ചെയ്തത് തന്നെ. ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. ഇപ്പോൾ കേൾക്കുമ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കുമോ പാടാൻ പറയുമോ എന്നൊക്കെ ഉള്ള, ചിലപ്പോൾ അവിടെ വെച്ചൊക്കെ പാടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇയാൾ തന്നെയാണോ പാടിയെന്നൊക്കെ. പ്രത്യേകിച്ച് എൻ്റെ സൗണ്ട് സംസാരിക്കുമ്പോൾ വേറൊരു വോയിസും പാടുമ്പോൾ വേറൊരു വോയിസ് ആയതുകൊണ്ട് ഒരുപാട് പേർക്ക് അങ്ങനെ സംശയം വന്നിട്ടുണ്ട് ഞാൻ തന്നെയാണോ പാടിയെന്നൊക്കെ. അപ്പം അതുകൊണ്ട് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ ഒക്കെ എന്തോ ഒരു ഗൂസ് ബംസ് വരുന്നൊക്കെ തോന്നുന്നു. മന്നനെ എഴുതിയത് ഹരിതയല്ലേ? അതെ. വിളിച്ച അർത്ഥമൊക്കെ ചോദിച്ചോ ഹരിതയടുത്ത്? ഇല്ല, അത് ഇവരെനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നെവിൻ എനിക്ക് ഇന്ന പോലെ പാടണ്ടേ ഇതാണെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഹരിതേനെ ലോഞ്ചിങ് വന്നപ്പോൾ അന്നേരമാണ് ഞാൻ പരിചയപ്പെടുന്നത്. എല്ലാവരും അന്നാ ഞാൻ കാണുന്നേ. ഈ ലോഞ്ചിങ്ങിന് വന്ന സമയത്താണ് ഈ മുജീബിനെയും ജിതിൻ അവരെയൊക്കെ ഞാൻ അന്നാണ് കാണുന്നത് ആദ്യം. പിന്നെയൊക്കെ ഫോണിൽ കൂടെ ഉള്ള സംസാരമായിരുന്നു. ഹരിത ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണെന്ന് തോന്നുന്നില്ലെങ്കിൽ ഇന്റർവ്യൂവിൽ ശരിക്കും വീഡിയോ കോളിൽ വരേണ്ടതായിരുന്നു. അപ്പം യാത്രയിലാണ്, അതുകൊണ്ടാണ് വരാത്തത്. ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നു ഹരിതയെ. അപ്പോൾ ഇതല്ലാതെ കുറേ ലിസ്റ്റ് ഓഫ് പാട്ടുകൾ എനിക്ക് തന്നിട്ടുണ്ട്. റഹ്മാൻ സാറിൻ്റെ കണ്ണാളനെ, ചിത്ര ചേച്ചിയുടെ പാട്ട് ഞാൻ നോക്കിയപ്പോൾ ലിസ്റ്റിൽ എല്ലാവരും ഉണ്ട്. സുശീലാമ്മയുണ്ട്, വാണിജ്യറാമുണ്ട്, ചിത്ര ചേച്ചിയുണ്ട്, സുജാത ചേച്ചിയുണ്ട്, ശ്രേയാ ഘോഷാലുണ്ട്. എല്ലാവരെയും പാടിച്ചിട്ടേ ഇന്ന് വിടുവോളെ. അപ്പോൾ കണ്ണാളനെ நீற்றோடும் காணவில்லை என் கண்களை பறித்து கொண்டு ஏன் இன்னும் பேசவில்லை ஆளான ஒரு செய்தி அறியாமலே அலைப்பாயும் பேத்தினானோ உன் பேரும் என் பேரும் தெரியாமலே உள்ளங்களிடம் மாறுமேனோ வாய் பேசவே வாய்ப்பில்லை வழி தீர வழி என்னவோ கண்ணாளனே எனது கண்ணில் നീറ്റോടും കാണവില്ലേ. ഈ ഹിന്ദി സോങ് ഒരെണ്ണം ഉണ്ടായിരുന്നു, ടിപ്പ് ടിപ്പ് ബർസാ പാനി. അതെന്റെ ഫേവറേറ്റ് പാട്ടാ, ഭയങ്കര ഫേവറേറ്റ്. എന്റെ ഫേവറേറ്റ് ആണ്. പണ്ടത്തെ അക്ഷയ് കുമാറും. അതെ അതെ, ഭയങ്കര ഫേവറേറ്റ് ആണ്. നമുക്ക് അതും കൂടെ ഒന്ന് കാച്ചാം. ഓക്കെ. टिप टिप बरसा पानी, टिप टिप बरसा पानी, पानी ने आग लगाई, आग लगी दिल में तो दिल को तेरी याद आई, तेरी याद आई तो जल उठा मेरा भीगा बदन, अब तू ही बताओ सजन मैं क्या करूं. हे हे आहा हे हे आहा. അൽക്കായാഗ്നിക്കും ഉദിത് നാരായണനും ഭയങ്കര ഇഷ്ടമുള്ള പാട്ടായിരുന്നു. ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ഈ ഇളയരാജ സാറിൻ്റെ പാട്ടുകൾ നിരന്തരമായി കേൾക്കുമായിരുന്നു. കാരണം ഇതിപ്പോൾ റെട്രോ എടുത്തിരിക്കുന്നത് ശരിക്കും രാജാ സാറിൻ്റെ സോങ്സിൻ്റെ ഒരു റെഫറൻസ് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് എവിടെ കേട്ടാലും നമുക്ക് മനസ്സിലാവും. നമ്മൾ ചിലരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് 80s രാജാ സാർ ചെയ്യാതെ വെച്ചിരുന്ന ഒരു ആൽബം എടുത്ത് ഇപ്പോൾ പബ്ലിഷ് ചെയ്തതുപോലെ, റിലീസ് ചെയ്തതുപോലെ എന്നൊക്കെ കമന്റ് ചെയ്തിരുന്നു. പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ് ആണ്. രാജസാറിനെ കേൾക്കുമായിരുന്നു. ഞാൻ തുമ്പീവ തുമ്പക്കൊക്കെ രാജസാറിന്റെ പാട്ട്, മുന്നിൽ കാതലൻ, അങ്ങനെ ഒരുപാട് പാട്ടുകൾ
ഞാൻ ഇന്ന ആളുടെ എന്നല്ല മൊത്തം പാട്ടുകൾ ഇങ്ങനെയൊന്ന് കേൾക്കും. കൂടുതൽ എനിക്ക് തോന്നുന്നത് രാജാ സാറിൻ്റെ പാട്ട് തന്നെയാണ് ഞാൻ കൂടുതലായിട്ട് കേൾക്കുന്നത്. മലയാളത്തിൽ എനിക്കിഷ്ടപ്പെട്ട പാട്ടുകളായത് തുമ്പീവ തുമ്പക്, പിന്നെ എന്താ സ്ഥിരമായിട്ട് പാടുന്ന പാട്ട് എനിക്കിപ്പോൾ അങ്ങനെ ഓർമ്മ വരുന്നില്ല. എന്നാലും ഞാൻ എല്ലാവരുടെയും പാട്ട് കേൾക്കാറുണ്ട്. അതിനിടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് ആദ്യമായിട്ടല്ലേ സിനിമയിൽ പാടും? അതെ അതെ അതെ. സ്റ്റേജിലൊക്കെ പോയി പാടുമായിരുന്നോ? ഇല്ല. ആ, ഇത് ഫസ്റ്റ് പാട്ടാണ്. അതെ അതെ. അത് ഇത്രയും പേര് ഇവിടെ സ്റ്റേജിലും ഒക്കെ പാടി ഭയങ്കര കഷ്ടപ്പെട്ട് നടക്കുമ്പോൾ നേരിട്ടൊരു സിനിമയെ പിടിച്ച് കയറ്റിക്കുക. സത്യം. ആ, അതെൻ്റെ മോൻ ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ എത്തിപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ അന്വേഷിച്ച് വരത്തില്ലല്ലോ. അപ്പൊ അവനുള്ളത് കൊണ്ട് ആ ഒരു പാത്ത് റെഡിയായി വന്നു. അപ്പൊ ഇനി കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പാട്ടിനെ കാണണമെന്നും. പാട്ട് പഠിക്കാൻ വേണ്ടി ഞാൻ പോയി ചേർന്നു. ചെറുപ്പത്തിൽ ഞാനൊരു 1-2 വർഷം ബേസിക്കായിട്ട് പഠിച്ചിട്ടുണ്ട്. എറണാകുളത്ത് തന്നെ അയ്യപ്പൻകാവിൽ ഒരു സാറെ പഠിപ്പിച്ചേ. അങ്ങനെ ബേസിക്കായിട്ട് ഞാൻ പഠിപ്പിച്ചു. പിന്നെ അങ്ങനെ അതൊക്കെ വിട്ടു ഞാൻ. പിന്നെ എൻ്റെ ഒരു ഹോബി എന്ന് വെച്ചാൽ എപ്പോഴും സംഗീതം എനിക്കൊരു സോളാണ്. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കും. രാത്രി 1 മണി 2 മണി വരെയൊക്കെ സ്മൂളിൽ പാടും, വാട്സാപ്പ് മ്യൂസിക് ഗ്രൂപ്പിൽ പാടും. അതായിരുന്നു എൻ്റെ പ്ലാറ്റ്ഫോം. എന്നിട്ട് ഞാൻ തന്നെ തിരിച്ച് കേൾക്കുകയും ചെയ്യും എൻ്റെ പാട്ട്. പിന്നെ ഇവന് പാടിയിടുമ്പോൾ എല്ലാ കോമ്പറ്റീഷനൊക്കെ ഉണ്ടാവും സ്മൂളിൽ. അപ്പം ഞാൻ ഇവനോട് ചോദിക്കും, മോനെ ഏത് പാട്ടാണ് പാടണ്ടേ? ഇപ്പം എല്ലാവരും ചിലപ്പോൾ ഹിന്ദി പാടുമ്പോൾ പറയും ഹിന്ദിയിലാണ് ഏറ്റവും നന്നായിട്ട് വോയിസ് ചേരണേന്ന് പറയും. തമിഴ് പാടുമ്പോൾ ചിലപ്പോൾ പറയും തമിഴിലാണ്. ചിലവർ മിക്കവാറും പാതിരാവായ നേരം പാടുമ്പോൾ പറയും മിൻമിനി ചേച്ചിയുടെ സൗണ്ട് പോലെ വരുമെന്ന് പറയും, ചിന്ന ചിന്ന അസയൊക്കെ പാടുമ്പോൾ. അങ്ങനെയൊക്കെ ഒരുപാട് കമൻസ് ഞാൻ പറയാം. അപ്പം ഞാൻ ഇവനോട് പറയും അവരിങ്ങനെ പറഞ്ഞു അങ്ങനെ. അതൊക്കെ അമ്മയെ വെറുതെ പറയണം, വെറുതെ പൊക്കി പറയണം. അങ്ങനെ ചിലപ്പോൾ ഇവൻ എനിക്ക് നന്നായിട്ട് പാടാൻ വേണ്ടിയിട്ട് പറയുമായിരിക്കും. അപ്പം അന്നൊക്കെ ഇച്ചിരി വിഷമമൊക്കെ എനിക്ക് വരും. ഇവനെന്താ ഇങ്ങനെ മ്യൂസിക്കിനെ കുറിച്ച് അറിഞ്ഞിട്ട് ഇങ്ങനെ പറയണേന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ പറയും നീ നോക്കിക്കോ, അപ്രതീക്ഷിതമായിട്ടായിരിക്കും എനിക്ക് സിനിമയിൽ പാടാൻ കിട്ടുന്നത്. ഈ വോയിസ് വെച്ചിട്ട് എല്ലാവരും എന്നെ അറിയുമെന്നൊക്കെ ഞാൻ എപ്പോഴും പറയും. അതിപ്പോൾ എന്തായാലും ദൈവം അത് എനിക്ക് സഹായിച്ചു തന്നു. എൻ്റെ മോനോട് എനിക്ക് ഭയങ്കര ഒരു അവനാണെങ്കിൽ ഇന്ത്യൻ വോയിസ് ജൂനിയർ, സൂര്യ സിംഗറിൽ അതിലൊക്കെ റിയാലിറ്റി ഷോസിലൊക്കെ ഉണ്ടായതാണ്. ബോൾ ബേബി ബോൾ അതിനകത്തുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഓരോ കോമ്പറ്റീഷൻ തിരഞ്ഞ് പിടിച്ച് ഞാൻ കൊണ്ടുപോകുമായിരുന്നു ഇവനെ. അപ്പോൾ അത്രത്തോളം എനിക്ക് ഇങ്ങനെ സംഗീതം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഇതാണ്. ഫലം കിട്ടി, അത്തരം കിട്ടി. അതൊരു ഒരുപാട് സന്തോഷം. ഇനി ശ്രേയഘോഷാലിന്റെ കാണാമുള്ളാൽ ഉൾനീറും നോവാണനുരാ. കാണാമുള്ളുനീറും നോവാണനുരാഗം, നോവുമ്പോഴും തേനൂറും സുഖമാണനുരാഗം. നിന്നിൽ ഞാനും പതി പതി അതിരുകളുരുകിയലേ. കുറച്ച് പാടാണോ അതല്ലേ? കേൾക്കുമ്പോ ഈസി ആയിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കണം, പാടി നോക്കുമ്പോ മനസ്സിലാവും. വിജയേട്ടാ അടിപൊളി, ഒരിക്കലും മറക്കാൻ പറ്റില്ല. വിജയേട്ടൻ്റെ അത്രയും നല്ല പാട്ടുകളിൽ ഒന്നാണ്. ഈ മ്യൂസിക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയൊക്കെ കൊണ്ടുപോയിട്ട് സ്റ്റേജുകളിലൊക്കെ നിർത്തുമ്പോൾ നമുക്ക് നിൽക്കാൻ പറ്റാത്തതിൻ്റെ ഒരു സംഗതിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ നിന്നല്ലോ, ഇനി എത്രയും സ്റ്റേജുകളിൽ നിൽക്കാനുള്ളതാണ്. സ്റ്റേജിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. സ്റ്റേജിൽ പാടുന്ന കുറച്ച് ആൾക്കാരുടെ മുമ്പിൽ പാടാൻ എനിക്ക് ഭയങ്കര പേടി. എപ്പോഴും അങ്ങനെ പാടാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഭയങ്കര പേടിയാണ് എനിക്ക്. ഭയങ്കര ഒരു വിറവല ഭയങ്കര. ഇപ്പോഴും അത് മാറിയിട്ടില്ല. എനിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് മൂലക്കിരുന്ന് പാടാന്ന് ഉള്ള ഒരു ഇതാണ് എനിക്ക്. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇനി മാറിയേ പറ്റും. ഇപ്പോൾ സക്സസ് സെലിബ്രേഷൻ എന്തായാലും വിളിക്കുമല്ലോ, അപ്പോൾ പോയിട്ട് അവിടെ പോയി പെർഫോം ചെയ്യേണ്ടി വരും. കാരണം എല്ലാവരും ഉറ്റു നോക്കുന്നത് ഈ ഗായിക എന്ത് ചെയ്യുന്നതാണ്. ഇപ്പോൾ ശ്രീരാഗ്, ഇപ്പോൾ ശ്രീരാഗ് ഗൾഫിലാണ്, വിളിച്ചിരുന്നു. അപ്പോൾ എന്താണ് അപ്പോൾ പടം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പടം കണ്ടിട്ട് എന്താ തോന്നിയത്? പടം കണ്ടപ്പോൾ സത്യത്തിൽ സാധാരണ എനിക്ക് ഇടിപ്പടമൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പം ഞാൻ ഇവനോട് ചോദിച്ചായിരുന്നു ഇതിൽ ഇടിയുണ്ടോ കുത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവൻ അങ്ങനെ ഒന്നും ഇല്ല. അപ്പം അങ്ങനെ ഒന്നും ഇല്ല. അല്ല, ഡയറക്റ്റ് കാണുന്നില്ലല്ലോ, ഇടിക്കുന്നൊന്നും ഇല്ലല്ലോ. അതൊന്നും ഇല്ലെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ പോയത്. പിന്നെ ഞാൻ പാടിയ പാട്ടിൽ കാണാൻ പോവാതിരുന്ന അതൊരു മോശമാണല്ലോ. അപ്പം അതുകൊണ്ടിട്ട് ഞാൻ പോയി കണ്ടു. ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ പോയത്. ഞാൻ എൻ്റെ ചേട്ടനും ഇളയമോനും കൂടെ പോയത്. ഞാൻ തിയേറ്ററിൽ
കായും എന്നുള്ള പാട്ട് റേഡിയോയിലൂടെ കേൾക്കുന്നതെന്ന് ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റേഡിയോയിലൂടെ മമ്മൂക്ക ട്രാവൽ ചെയ്യുമ്പോൾ കേൾക്കുന്ന പാട്ടാണ് മന്നനൈ നിലാക്കായും ഒക്കെ. അപ്പോൾ അത് എവിടെയാണ് വരുന്നതെന്ന് ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചു. ആ സമയത്ത് തന്നെ എനിക്ക് ഇടയ്ക്കെടുത്ത് മെസ്സേജിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ എടുത്ത് നോക്കുമ്പോൾ ആൾക്കാരൊക്കെ ഇത് കണ്ടിട്ടുള്ള മെസ്സേജസ് ഇങ്ങനെ അയക്കുന്നത്. ഞാൻ സത്യത്തിൽ ഇങ്ങനെ പാടിയപ്പോൾ ഇന്ന് ഇത്ര ഇതിലെത്തുമെന്നൊന്നും ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. ചില പാട്ടുകൾ നമ്മൾ പാടിക്കഴിയുമ്പോൾ സിനിമയിൽ അങ്ങനെ വരാറ് തന്നെ ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സിനിമയിൽ പാടി ഒന്നും പറഞ്ഞില്ല. ലിറിക്കൽ വീഡിയോ ഇറങ്ങിയപ്പോഴാണ് ഞാൻ പറഞ്ഞത് ആ സിനിമയിൽ പാടി എന്നുള്ളത്. അതുവരെ ഞാൻ പറഞ്ഞില്ല. കാര്യം നമുക്ക് വന്നില്ലെങ്കിൽ അതൊരു നാണക്കേടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിൽ എനിക്ക് തോന്നുന്നു ഇന്ന് തന്നെ ഒരു 3000 മെസ്സേജോളമാണ് ഇൻസ്റ്റാഗ്രാമിൽ അറിയാത്ത ആൾക്കാരൊക്കെ അയച്ചപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടവും വന്നു, സന്തോഷവും വന്നു. ഈ സമയത്ത് ഒരു ആദ്യമായിട്ട് സിനിമയിൽ പാടി അത് ഭയങ്കരമായിട്ട് ഹിറ്റാവുകയും ചെയ്തു. മമ്മൂക്കയുടെ പടത്തിൽ പാടാൻ പറ്റി. അപ്പോൾ അതിന് ഈ അവസരത്തിൽ ഞാൻ മുജീബ് മജീദിനോടും ജിതിനോടും ഒരുപാട് നന്ദി പറയാം. മമ്മൂട്ടി കമ്പനിയോടും ഒത്തിരി നന്ദി പറയണം. എൻ്റെ വോയിസ് എടുത്തിട്ട് ഇത്രയും ഇനി അറിയാൻ പാടില്ല, ലോകത്തിലെല്ലായിടത്തും. ഇന്നൊരു ഗൾഫിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് അവിടെയൊക്കെ റേഡിയോയിൽ അവിടെയുള്ള ഇതിലൊക്കെ ഈ പാട്ടാണ് അവരൊക്കെ കേൾക്കണേന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആ പാട്ട് കേൾക്കുമ്പോൾ കുറച്ച് പേടിയും കൂടെ വരും. ആ പാട്ട് ഒരു സ്പേസിൽ വേറൊരു തരത്തിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അത് ഭയങ്കര ആ സമയത്ത് എന്താണ് തോന്നിയത്? അത് അങ്ങനെയൊന്നും ശ്രദ്ധിക്കാനുള്ള ഒരു സത്യത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ഈ പാട്ട് മാത്രം ശ്രദ്ധിച്ചേക്കണേ എവിടെയൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളത്. അല്ലാണ്ട് അങ്ങനെ അത് പടത്തിന്റെ ഓരോ ഇതാണ്. രണ്ടാമതും മൂന്നാമതും ഒക്കെ പടം കാണുമ്പോൾ അത് മനസ്സിലാവും. രസമായിരിക്കും. നമ്മുടെ പാട്ടുകളിൽ ഇനി ജാനകിയമ്മയുടെ ആടിവാക്കാറ്റേ പാടാം. ചെല്ലക്കൂറിങ്ങി പൂത്തു ഇല്ലിക്കാടും പൂവിട്ടു 1000 വർണ്ണജാലം ആടിപ്പാടും വേളയിൽ ആരോ പാടും താരാട്ടിൻ ഈണം ഏറ്റുപാടും ദേവദൂതർ പാടും ഈ വഴി ആടിവാ കാറ്റേ പാടിവാ കാറ്റേ 1000 പൂക്കൾ നുള്ളിവാ. ഒരു മമ്മൂക്ക സിനിമയാണ് കൂടെ വീഡിയോ. രസമുള്ള കാലമാണ്. മമ്മൂക്കയുടെ വേറൊരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്, സന്ദർഭം എന്ന് പറഞ്ഞ ഒരു ഫിലിമിലെ. പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം മതിച്ചു വാണിരുന്നു, ജീവികൾക്കെല്ലാം ശല്യമായി എങ്ങും മേഞ്ഞിരുന്നു, സിംഹം എങ്ങും മേഞ്ഞിരുന്നു. അതോടും കൂടെ പാടിയിട്ട് നമുക്ക് 2-3 കാര്യങ്ങളോട് പറയാം. ലാ 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 ആ മന്ത്രം ആ വിഷു പക്ഷി പോലെ കാതോടു കാതോരം തേൻ ചോരുമാ മന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷു പക്ഷി പോലെ. ഭരതൻ സാറിൻ്റെയാ മ്യൂസിക്കും എനിക്ക് തോന്നുന്നു ഭരതൻ സാറാണെന്ന് തോന്നുന്നു ഇത് ചെയ്തേക്കുന്നത്. സാറ് കുറച്ച് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. കണ്ണത്താദൂരെ മറുതീരം, അതും രസം. പിന്നെ കേളിയിലെ പാട്ടില്ലേ, താരം വൽക്കണ്ണാടി, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ട്. അവളുടെ കണ്ണും ഒക്കെ ആയിട്ട് ഭയങ്കര രസമുള്ള വിഷ്വൽസ് ഒക്കെ. വലിയ പൊട്ടൊക്കെ. അതെ അതെ. ഈ റിട്രോ പാട്ട് എന്നുള്ള ഫീൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവര് ശ്രമിച്ചതെന്ന് പറഞ്ഞു. അപ്പം ആ ഫീൽ ഇപ്പോ നമുക്കിപ്പോ അത് റിട്രോ പാട്ട് ഇവർ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇനി നാളെ ഒരു കാലഘട്ടത്തിൽ ഈ പാട്ട് നിങ്ങൾ പാടിയാണെന്ന് പറയുമ്പോൾ ഇത് ടൈം ട്രാവൽ ചെയ്ത് അവിടെ പോയി പാടിയത് തന്നെ തോന്നുള്ളൂ, അല്ലാതെ ഇപ്പൊ പാടിയതാണെന്ന് ആൾക്കാർ വിശ്വസിക്കില്ല. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ടോണിലുള്ള പാട്ടുകൾ വളരെ കുറവാ. എനിക്ക് തോന്നുന്നു അവർ അങ്ങനെ ഒരു ഉദ്ദേശത്തിലൂടെയാണ് ചെയ്തതല്ലേ. അതെ അതെ അതെ. മുജീബിന്റെ ഇതില് ശരിക്കും രാജാ സാറിന്റെ പാട്ടെടുത്ത് ചെയ്യണം എന്നുള്ളതായിരുന്നു. റൈറ്റ്സിന്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് മാറ്റി. അപ്പോൾ ഇങ്ങനെ ഒരു ഇതിൽ ഒരുപാട് സിംഗേഴ്സിനെ ട്രൈ ചെയ്തിരുന്നു എന്ന് മുജീബും ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, എന്നോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവനാണ് പറഞ്ഞത് 2 പേര് പാടി നോക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ പാടിയപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടു.
ചിലപ്പോൾ എൻ്റെ ഒരു ഭാഗ്യം കൂടി ആയിരിക്കും ഈ സമയത്ത് ഇങ്ങനെ ഒരു, അതും ആദ്യമായിട്ട് ചുവട് വെച്ചപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് അതെന്താ പറയണ്ടേന്ന് എനിക്ക് ഇപ്പോഴും സങ്കടമാണോ സന്തോഷമാണോന്ന് അറിയില്ല. അത് ഓരോ ദിവസം ഓരോരുത്തർ ഇതാരാ പാടിയ, ഇത് സിന്ധു തന്നെ പാടിയതാണോ എന്ന് ചോദിച്ച് ഇപ്പോഴും ഞാൻ ഇന്നും എനിക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. കാര്യം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ഇങ്ങനെ മെസ്സേജ് വന്നിട്ട് അത്രയേറെ എല്ലാവരും ഭയങ്കരമായിട്ട് അത് ഏറ്റെടുത്തു ആ പാട്ട്. സന്തോഷം. എനിക്ക് തോന്നുന്നു പല വോയിസുമായിട്ട് സിമിലാരിറ്റി നമുക്ക് കൽപ്പിക്കാൻ പറ്റും. ഇപ്പൊ ചില സമയം നമുക്ക് തോന്നും ശരിക്കും മിൻമിനി ചേച്ചിയുടെ ഏതൊക്കെ ഒരു സ്ക്രാച്ചസ് ഇതിനകത്ത് കിടപ്പുണ്ടെന്ന്. ചിലര് എന്റെ പോസ്റ്റർ ഇറങ്ങിയപ്പോ ചിലവര് ചോദിച്ചു മിൻമിനി ചേച്ചിനെ പോലെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന്, ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് ചെയ്തപ്പോ. പാതിരാവായ നേരവും ചിന്ന ചിന്ന അസൈക പാടുമ്പോ മിക്കവാറും എപ്പോഴും എല്ലാരും പറയും മിൻമിനി ചേച്ചിയുടെ ഒരു വോയിസ് പോലെ ഇരിക്കണം എന്ന് പറയും. അത് ഇവൻ പറയും ശരിക്കും ഞാൻ സംസാരിക്കണ പോലെ അല്ല. ഇപ്പം ഇവൻ എപ്പോഴും എന്നോട് പറയും അമ്മ സംസാരിക്കണ പോലെ ഒരു പാട്ടാ, അതായത് ജലശയ്യയിൽ, ആ പാട്ടൊക്കെ അങ്ങനെ ഒന്ന് പാടാൻ പറയും. പക്ഷെ എനിക്ക് അത് ഞാൻ വരുത്തുന്നതല്ല, എനിക്ക് തന്നെ വരുന്നതാണ്. അതെന്താണെന്ന് എനിക്കറിയാൻ പറ്റും. ചെറുപ്പം പോലെ പാടി അങ്ങനെ ശീലിച്ചിട്ടായിരിക്കും അങ്ങനെ വരുന്നേ. അങ്ങനെ ഇപ്പോൾ ഒന്നും മിണ്ടാറില്ല. ഇവനോട് ഞാൻ ചോദിക്കും ഇപ്പം എങ്ങനെയുണ്ട്, ഞാൻ പാട്ട് പാടി സിനിമയിൽ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇനി എനിക്കൊന്നും പറയാനില്ല. മിൻമിനി ചേച്ചിയുടെ പാട്ടും കൂടെ പാടാം. പാതിരാവായി പാടിയായിരുന്നു. ചിന്ന ചിന്ന ആസൈ சிறகடிக்கும் ஆசை, முத்து முத்து ஆசை, முடிந்து வைத்த ஆசை, வெண்ணிலவு தொட்டு முத்தமிழ ஆசை, என்னை இந்த பூமி சுற்றி வர ஆசை, சின்ன சின்ன ஆசை, சிறகடிக்கும் ஆசை, முத்து முத்து ஆசை, முடிந்து வைத்த ஆசை. അടിപൊളി. അപ്പോൾ റെസ്പോൺസിബിലിറ്റി കൂടുകയാണ് സത്യം പറഞ്ഞാൽ. അതെ. അപ്പോൾ അടുത്ത് കുറച്ചുകൂടെ പാട്ട് പഠിക്കേണ്ടി വരും. പാട്ട് പഠിക്കാൻ ഞാൻ ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ക്ലാസ്സിലേ പോകാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ അപ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോരുത്തർ വിളിച്ച് പിന്നെ തിരക്കായിപ്പോയി. കുറച്ച് ഫ്രണ്ട്സൊക്കെ എന്നെ വീട്ടിൽ ഇതറിഞ്ഞിട്ട് വാട്സാപ്പിൽ നമ്മളെപ്പോഴും ലൈവായിട്ട് പാടുമല്ലേ ചെയ്യുന്നത്. ഒരുപാട് സ്ഥലങ്ങളിലുള്ള ആൾക്കാർ തമ്മിൽ കാണാതെ ഇരുന്ന് പാടുന്നേ. അപ്പോൾ അവരൊക്കെ ഇന്നലെ എന്നെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരുപാട് സന്തോഷം. വർഷങ്ങളായിട്ടുള്ള ഗ്രൂപ്പുകളാണ്. ഇപ്പോഴും ഞാൻ ഇന്നിപ്പോൾ സിനിമയിൽ പാടിയാലും ഇനിയും ഞാൻ അതിൽ പാടും. കാര്യം എനിക്ക് വന്നൊരു പ്ലാറ്റ്ഫോമായിരുന്നു അത്. എൻ്റെ വോയിസ് നഷ്ടപ്പെടാതെ ഈ കൊറോണ വന്ന സമയത്ത് ഒരു വർഷത്തോളം ഞാൻ ഒരുപാട് സംസാരിക്കാൻ പോലും പറ്റാതെ സങ്കടപ്പെട്ടിട്ടുണ്ട്. പാട്ട് പാടാൻ എൻ്റെ വോയിസ് പോയി, എനിക്കിനി പാടാൻ പറ്റില്ല. ഞാൻ ഇവനോടും പറയും നമുക്കിനി പാടാൻ പറ്റില്ല, എനിക്ക് പുറത്തൊന്നും പോയി പാടാനല്ല, എനിക്ക് തന്നെ ആസ്വദിച്ച് പാടാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ദൈവം മാറ്റി തന്നു. ചിലപ്പോൾ ഇത്രയും വലിയൊരു ഇത് തരാൻ വേണ്ടിയിട്ട് അതൊരു ഇത് ഞാൻ വിശ്വസിക്കുന്നു. മറ്റേ പാട്ടില്ലേ നീ വൈകൈ എന്നുള്ള പാട്ടിനകത്ത് വാനം കടലാനാലും നേരം നിന്നു പോണാലും കാറ്റലൈകൾ ഓയ്ந்தாലും நம்முறவு மாயாதே பாசமலரே பாதி உயிரே இந்த கதை தீராதே என் வைகை நதியே மாய சிறகே தேடும் பதில் சொல்வாயோ ஜாமக்கிளியே இந்த நருகே சாகும் வரை നീവായോ. ശ്രീരാഗിന്റെ വോയിസിനെ കുറിച്ച് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. ഈ തുടക്കത്തിലൊരു പാട്ട് പറഞ്ഞിരുന്നു, ക്രിസ്തീയ ഭക്തിഗാനം. നമ്മള് ലിസ്റ്റ് തുടങ്ങിയത് ആഷാഢമാസമായിട്ട്. ആഷാഢമാസം പാടിയില്ല, വാണിജ്യറാം. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമധുരമാമന്തരീക്ഷം. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമധുരമാമന്തരീക്ഷം. വിധുരയാം രാധയെ പോലെ എനിക്കെന്നിട്ടും വിലപിക്കാൻ മാത്രമാണ് യോഗം. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമധുരമാമന്തരീക്ഷം. അടിപൊളി. അപ്പോൾ നമുക്ക് ഒരു പാട്ടും കൂടെ പാടി തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം. അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ഒരുപിടി വിശേഷങ്ങളായിട്ട് വരണം കേട്ടോ. ഉമ്മ വെച്ചുമ്മ
വെച്ചുണർത്തിയ ആട്ടിടയ ഉന്നതനേ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. ആട്ടിടയ ഉന്നതനേ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. ലാലലാ 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 ലാലാ, ആഹാ ആഹാ ആഹാ. നന്ദിയുണ്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ. ഇതാണ് ശരിക്കും സിന്ധു ഡെൽസൺ നിങ്ങൾ തേടിക്കൊണ്ടിരുന്നത്. തൽക്കാലം കണ്ടുപിടിച്ച് കുറച്ച് വിശേഷമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം കാണാൻ നമുക്ക് കൂടുതൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു. താങ്ക് യു.